സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നമുക്ക് പോരാട്ടമുള്ളത് ജലരക്തങ്ങളോടല്ല, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. എഫേസ്യർ 6:12 വാക്യം. യേശു വിശ്വസിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെയാണ് കടുത്ത പോരാട്ടങ്ങൾ നേരിടേണ്ടി വരിക എന്നത് അപ്പോസ്തലനായ പൗലോസ് വിശദീകരിച്ചു. നമ്മെ പരാജയപ്പെടുത്താൻ പാകത്തുള്ള പ്രലോഭങ്ങൾ നേടാൻ സാധ്യതയുണ്ട്. പിശാച് തന്ത്രങ്ങൾ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന് സർവ്വവർക്കും ധരിച്ചുകൊണ്ട് നമുക്ക് ഉറച്ചു നിൽക്കാം. എഫേസ്യർ 6:14 വാക്യം. നമ്മുടെ ബലഹീനതയും ദൗർലഭ്യവും മനസ്സിലാക്കുമ്പോൾ ഉള്ള ഭയത്താൽ തകർച്ചു പോകുന്നതിന് പകരം വിശ്വാസത്താൽ മുന്നോട്ട് പോകുവാൻ പൗലോസ് വിളിച്ചു. കാരണം നാം നമ്മുടെ ധൈര്യത്തിലും ശക്തിയിലുമല്ല, ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. കർത്താവിൽ അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ എന്ന് അദ്ദേഹം എഴുതി. വാക്യം 10. നമ്മുടെ വെല്ലുവിളികൾ നേരിടുമ്പോൾ ഓർക്കുക, ദൈവം കേവലം ഒരു പ്രാർത്ഥനയുടെ അകലത്തിലുണ്ട്. വാക്യം 18. അതെ, നമുക്ക് നിരവധി പോരാട്ടങ്ങളുണ്ട്. സ്വന്തം ശക്തി കൊണ്ടോ കൊണ്ടോ നമ്മൾ ഒരിക്കലും അവനെ രക്ഷപ്പെടില്ല. എന്നാൽ നമ്മൾ നേരിടുന്ന ഏതൊരു ശത്രുവിനെയും തിന്മയും ശക്തനാണ് ദൈവം. നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്ത് പോരാട്ടമാണ് നേരിടുന്നത്? അവൻ്റെ ശക്തിയിൽ ഉറച്ചു നിൽപ്പാനും പോരാടുവാൻ ദൈവം നിങ്ങളെ എങ്ങനെ ക്ഷണിക്കുന്നു? പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ദൈവമേ, പോരാട്ടങ്ങൾ യഥാർത്ഥമാണ്, തിന്മ യഥാർത്ഥമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിന്നിലും നിന്റെ മഹാശക്തിയിലും ഞാൻ ആശ്രയിക്കുന്നു. എൻ്റെ കൂടെ ഇരിക്കണമേ. ആമേൻ. താങ്ക് ഗോഡ്. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.